പ്രൊഫസർ ഷാലി സെബാസ്റ്റ്യൻ പറയാം. അതായത് ഞാൻ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു നടപടി സ്റ്റേറ്റോ സെൻട്രോ എടുക്കും, ഹിന്ദുക്കളെ സംരക്ഷിക്കാൻ എടുക്കുമെന്ന് ഇപ്പൊ വിശ്വസിക്കുന്നില്ല. നേരത്തെ വിശ്വസിച്ചുകൊണ്ടിരുന്ന ആളാണ്, എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരുന്നു. കാരണം ലോകത്തിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ സൈന്യത്തെ കയ്യിൽ വെച്ചുകൊണ്ട് ബംഗാളി ഹിന്ദുവിനെ രക്ഷിക്കാൻ ഒരു നടപടി എടുത്തില്ല. ബംഗാളിലും ബംഗ്ലാദേശിലുള്ള ഒരു നടപടി എടുത്തില്ല. അപ്പൊ ഈ അമ്പലത്തിലെ ആചാരം സംരക്ഷിക്കാനൊക്കെ ഈ ഗവൺമെന്റ് നടപടി എടുക്കുമെന്ന് ഞങ്ങളുടെ പാർട്ടിയിലുള്ളവർ പോലും വിശ്വസിക്കുന്നില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ആന്ധ്രാപ്രദേശിലും മറ്റു സംസ്ഥാനത്തും പോയി അവിടുത്തെ അമ്പലങ്ങളെ ആചാരങ്ങളെയൊക്കെ നശിപ്പിക്കാൻ ശ്രമിച്ചതിന്റെ തിരിച്ചടി കേരളത്തിൽ കിട്ടുന്നുണ്ട്. കേരളത്തിൽ 50% ഇവാഞ്ചലിസ്റ്റുകൾ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ രഹസ്യമായിട്ട് മതം മാറി ജിഹാദി, കമ്മ്യൂണിസ്റ്റ്, ലിബറൽ മതങ്ങളിലേക്ക് പോയി. വേറെ 3 ഫോറിൻ മതത്തിലേക്ക് പോയി. അപ്പൊ ഈ ഒരിടത്ത് പോയി നേട്ടം ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ കാലിന്റെ അടിയിലെ മണ്ണ് ഊർന്നുപോയി. കേരളത്തിലെ സഭകൾ ഇന്ന് നേരിടുന്ന പ്രശ്നവും കൂടെ ഈ മറ്റുള്ള സ്ഥലത്ത് പോയി ഈ അഭ്യാസങ്ങളൊക്കെ നടത്തിയപ്പോൾ ഇവിടെ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്ന 50% പകുതിയിലധികം ക്രിസ്തീയ നാമധാരികൾ കേരളത്തിൽ ക്രിസ്തീയ വിശ്വാസം ഉപേക്ഷിച്ച് കുറെ പേര് ജിഹാദിസ്റ്റിലോട്ട് പോയി, ചിലർ കമ്മ്യൂണിസ്റ്റിലോട്ട് പോയി, ചിലർ ലിബറലിസ്റ്റിലോട്ട് പോയി. അപ്പൊ അങ്ങനെ ഒരു മാറ്റം കേരളത്തിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് നടപടി എടുത്തില്ലെങ്കിലും കർമ്മ ഈസ് ബൂമറാങ് എന്ന് പറഞ്ഞ പോലെ ചില തിരിച്ചടികൾ ഇവിടെയും കിട്ടുന്നുണ്ട്. അല്ലാണ്ട് ഇതൊരു ഇവാഞ്ചലിസ്റ്റിന്റെ വൺമാൻ ഷോ ഒന്നുമല്ല. പോയ ആൾക്കാർക്ക് കൃത്യമായ തിരിച്ചടിയും കാലം കരുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് കേന്ദ്ര ഗവൺമെന്റ് നടപടി എടുക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും എടുക്കുമെന്നുള്ള വിശ്വാസം എനിക്കിപ്പോ ഇല്ല. ഞാൻ പലരോടും ഇതേപ്പറ്റി ചോദിച്ചപ്പോഴും പറഞ്ഞത് ഗവൺമെന്റ് ഒന്നും ചെയ്യത്തില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റ് ചെയ്യാതെ ഈ 1000 വർഷം ദുരിതം അനുഭവിച്ച അല്ലെങ്കിൽ ആക്രമണം നേരിട്ട ഹിന്ദു സമൂഹത്തിന് നിയമപരമായ പരിരക്ഷ, കാരണം നമ്മുടെ ഗവൺമെന്റ് എന്ന് പറയുന്നത് പ്രൊഫസർ ഷാലി ഇപ്പൊ സർക്കാർ നടപടിയെടുക്കില്ല, പക്ഷേ ഹിന്ദുക്കൾക്കെങ്കിലും തിരിച്ചറിവുണ്ടാവണ്ടേ? അല്ല, അതിനകത്ത് ഒരു ലോജിക് ഉണ്ട്. നമ്മൾ നിയമം അനുസരിക്കുന്ന ഒരു നിയമാനുസൃത രാജ്യം ഇവിടെയുണ്ട്. ജനങ്ങൾക്ക് ബോധ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഇപ്പം ഉള്ളതല്ല കാര്യം. ഗവൺമെന്റിന് ബോധ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് കാര്യം. ഗവൺമെന്റിന് ബോധ്യമില്ല. ഗവൺമെന്റ് ഈ 1912 തുടങ്ങി ഇന്ത്യയിൽ ഗാന്ധിസം എന്ന് പറയുന്ന ഒരു ദുർബല തത്വശാസ്ത്രത്തിലാണ്. BJP വരുമ്പോൾ ഗാന്ധിസം മാറും എന്നാണ് ഞങ്ങളൊക്കെ വിചാരിച്ചത്. പക്ഷേ ഏറ്റവും വീക്കായിട്ടുള്ള, ഏറ്റവും കവാടി ഭീരുത്വമുള്ള ഒരു ഗാന്ധിസമാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഹിന്ദുത്വമോ അല്ലെങ്കിൽ ബോൾഡ് ആയിട്ടുള്ള സ്റ്റെപ്പുകളോ ഒന്നുമില്ല. ഈ ബ്രിട്ടീഷുകാരനും മുഗളന്മാരും കോൺഗ്രസും കൊണ്ടുവന്ന ഒരു നിയമവും മാറ്റിയിട്ട് കൃത്യമായിട്ടുള്ള പ്രൊട്ടക്ഷനും അവകാശാധികാരങ്ങളും ഹിന്ദുക്കൾക്ക് കൊടുക്കാനുള്ള ഒരു നടപടി ഉണ്ടായിട്ടില്ല. കാരണം ഈ നടന്നിരിക്കുന്ന അക്രമം എത്ര ഭീകരമാണെന്ന് ഇപ്പൊ ഞാൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ 50 നോയമ്പ് എടുക്കുന്ന ആളാ. ഒരു 35 ദിവസം നോയമ്പ് എടുത്ത് കഴിയുമ്പോൾ എനിക്ക് ആരെങ്കിലും സൂത്രത്തിൽ എന്റെ ഭക്ഷണത്തില് നോൺ വെജ് തന്നാൽ എനിക്ക് എന്തേരം ദുഃഖം ഉണ്ടാവും, അല്ലെങ്കിൽ എന്റെ പാനീയത്തിൽ മദ്യം കലർത്തിയാൽ എനിക്ക് എന്തേരം ദുഃഖം ഉണ്ടാവും ഓർത്ത് നോക്കിയേ. അപ്പൊ ഈ അമ്പലത്തിൽ പോകുന്ന ആള് പ്രസാദം കഴിക്കുമ്പോൾ അവന്റെ വിശ്വാസത്തിന് നിരക്കാത്ത സാധനം അവന്റെ വായിൽ കുത്തിത്തിരിക എന്ന് പറയുന്നത് വലിയ തെമ്മാടിത്തരമല്ലേ? അതിനൊരു മാപ്പില്ലാത്ത കുറ്റമല്ലേ? അപ്പൊ അത് ശരിക്കും ഇന്ത്യയുടെ നിയമം അനുസരിച്ച് കുറ്റമല്ല. അതാണ് പ്രശ്നം. ഇപ്പൊ അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇന്ത്യയുടെ നിയമം അനുസരിച്ച് ഒരു ഹിന്ദുവിനെ ഉപദ്രവിക്കുന്നോ ഹിന്ദുവിന്റെ ആചാരത്തെ ലംഘിക്കുന്നതോ ഒരു കുറ്റമല്ല. അവിടാണ് പ്രശ്നം. അതാണ് നമ്മുടെ പാർലമെന്റിലെ 303 പേര് കഴിഞ്ഞ 2019 തുടങ്ങി 24 വരെ ഇരുന്ന് 303 പേരില് ഒരാൾക്ക് പോലും എഴുന്നേറ്റ് നിന്നത് പാർലമെന്റിൽ പറയാൻ പറ്റിയില്ല. അതാണ് പരാജയം. എന്നിട്ട് 400 കിട്ടുമെന്നും പറഞ്ഞു, എന്നിട്ട് 400 കിട്ടുമെന്നും പറഞ്ഞു നടന്നു. 400 കൊടുക്കാഞ്ഞതിന്റെ കാരണം ഇപ്പം ബോധ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യണമായിരുന്നു. അതാണ് സംഭവിച്ചത്. ഇനിയെങ്കിലും ചെയ്യുമെന്ന് വിചാരിക്കുന്നു, ഉള്ള ഭൂരിപക്ഷമൊക്കെ വെച്ച്. അതെ, ആ പ്രത്യാശയാണല്ലോ മുന്നോട്ട് നയിക്കുന്നത്. എന്തായാലും മൃഗക്കൊഴുപ്പും മീനെണ്ണയും കൊണ്ടുണ്ടാക്കിയ ലഡു ബോംബ്, നേരത്തെ വിദ്യാസാഗർ ഗുരുമൂർത്തി പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ആ ലഡു ബോംബാണ് കോടാനുകോടി ഭക്തജനങ്ങൾ വിഴുങ്ങിയത്. ഈ ചർച്ചയിൽ പങ്കെടുത്ത ഇരുവരും, 2 അതിഥികളും പറഞ്ഞതുപോലെ ഹിന്ദുക്കളുടെ ആചാര അനുഷ്ഠാനങ്ങളും അതുപോലെ ആരാധനാലയങ്ങളും സംരക്ഷിക്കുന്ന നിയമം കൊണ്ടുവരേണ്ടതിൻ്റെ അനിവാര്യതയിലേക്കാണ് ഇരുവരും വിരൽ ചൂണ്ടിയത്. എന്തായാലും ഹിന്ദുക്കൾ ജാഗരൂകരാവുക.